ആദ്യം നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. ഇപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനാണ് ഇരയാക്കിയത്. ആദ്യം അവളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് 13-ാം വയസ്സിലാണ്. ഒരു കുഞ്ഞെന്ന് വിളിക്കേണ്ട പ്രായത്തിലാണ് കൂട്ടബലാത്സംഗത്തിലേക്കുള്ള സുബിൻ വഴിയുള്ള അവളുടെ ആദ്യ യാത്ര. ഈ കേസ് ഇപ്പോൾ പ്രത്യേക സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മെ തേടിയെത്തിയ വാർത്ത. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. ഇന്ന് 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്, +2-ന് പഠിക്കുന്നവർ. കേസന്വേഷണം പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തേക്കും നീളുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം എത്തുന്നു. പ്രവീൺ പുരുഷോത്തമൻ, നാണിച്ച് തല താഴ്ത്തി നമ്മളൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ തൊട്ട് മുന്നിൽ അരങ്ങേറിയിരിക്കുകയാണ്. ഒരു പാവം പെൺകുട്ടി, അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ മുതൽ 18 വയസ്സാകുന്നതുവരെയുള്ള 5 വർഷക്കാലം 64 പേരാൽ അവൾ പീഡിപ്പിക്കപ്പെട്ടു. അതിൽ പല ശ്രേണിയിലുള്ളവരുണ്ട്. അവളുടെ സുഹൃത്ത് കൊണ്ടുപോയി കാഴ്ചവെച്ചവരുണ്ട്. ഈ പീഡന പരമ്പര, ഈ കൂട്ടബലാത്സംഗം, അത് പുറം ലോകമറിയാൻ വൈകിയത് എന്തുകൊണ്ടാണ്? പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഗുഡ് ഈവനിംഗ് സുജയ. സംസ്ഥാനത്ത് തന്നെ ഈ പോക്സോ കേസ് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെടുന്ന അങ്ങനെ ഒരു തലത്തിലേക്ക് പത്തനംതിട്ടയിലെ പീഡന കേസ് മാറുകയാണ്. 64 പേരുടെ പേരാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 26 പേരുടെ അറസ്റ്റ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായാണ് എല്ലാ പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 3 പേരെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഇന്ന് ഇപ്പോൾ 10 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ 6 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുജയ് പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നോക്കം നിൽക്കുന്നവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തീർച്ചയായും കേരളത്തിനും ഒപ്പം തന്നെ എല്ലാ മലയാളികൾക്കും നാണക്കേടും ഒപ്പം തന്നെ വിഷമവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 ദിവസമായി നാം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ്. ഇവിടെ നിന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകൾ കാണേണ്ടി വരുന്നു. കാരണം ഈ കേസിൽ അകപ്പെട്ട പ്രതികളുടെ മാതാപിതാക്കൾ വരുന്നു. ഈ പ്രതികളുടെ പ്രായം 30 വയസ്സിന് താഴെ മാത്രമാണ്. അവരുടെ മാതാപിതാക്കളൊക്കെ ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനൊക്കെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പല മാതാപിതാക്കളും ഈ സ്റ്റേഷൻ പരിസരത്തെ കെട്ടിടത്തിന്റെ ഭിത്തിയിലൊക്കെ തലയിടിക്കുന്നത് നാം കാണാറുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോക്സോ കേസാണ്. അതിതീവ്രമായിട്ടുള്ള നിയമവശങ്ങൾ ഉൾപ്പെടുന്ന കേസ് കൂടിയാണ്. പോലീസ് എല്ലാ പഴുതും അടച്ചുകൊണ്ട് തന്നെയാണ് ആ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതേസമയം തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയും നാം ഓർക്കണം. കഴിഞ്ഞ ദിവസം തന്നെ പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതായത് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ അറിയാതിരുന്നതെന്ന് അതിന് പോലീസുകാർ നൽകുന്ന മറുപടി, സ്മാർട്ട് ഫോണാണ് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. അത് പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണായിരുന്നു. പ്രവീൺ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ പീഡന വാർത്തയെക്കുറിച്ച്, ഇതിന്റെ പിന്നാമ്പുറ കഥകളെക്കുറിച്ച് കൂടി നമ്മുടെ പ്രേക്ഷകർ